പ്രിയതുകരുന്ന സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇൻട്രയിലേക്ക് സ്വാഗതം. നമ്മൾ ബ്രിട്ടീഷ് ഗവർണർമാരുടെ അവസാന ഭാഗത്തേക്ക് അല്ലെങ്കിൽ അഞ്ചാമത്തെ ഭാഗത്തേക്ക് കിടക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ നാലാമത്തെ ഭാഗത്ത് നമ്മൾ വില്യം ബെന്റിക് പ്രഭുവിനെ കുറിച്ച് പഠിച്ചു അല്ലെ. വില്യം ബെന്റിക് പ്രഭു യഥാർത്ഥത്തിൽ 1828 മുതൽ 1833 വരെ ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്നു. തുടർന്ന് 1833 മുതൽ 35 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് മാറി. അതിന് കാരണമായത് 1833 മൂന്നാമത്തെ ചാർട്ടർ നിയമമായിരുന്നു അല്ലെ. അദ്ദേഹത്തെ തുടർന്ന് 1835 ചാൾസ് മെറ്റ്കാഫ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് മാറി. അതേ തുടർന്ന് ഓക്ലാൻഡ് പ്രഭു ഗവർണർ ജനറൽ ആയിട്ട് മാറി. അതേ തുടർന്ന് എല്ലൻ ബെറോയുടെ കാലഘട്ടം 1842 മുതൽ 44 വരെ ആയിരുന്നു അല്ലെ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം 1844 എല്ലൻ ബെറോയ്ക്ക് ശേഷം ആരധികാരത്തിൽ വന്നു എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുക. 1844 അധികാരത്തിൽ വന്നത് ഹാർഡിഞ്ച് പ്രഭു ആയിരുന്നു. ഹാർഡിഞ്ച് എന്ന് കേൾക്കുമ്പോൾ ഹാർഡിഞ്ച് രണ്ടാമൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് അദ്ദേഹമായിരുന്നല്ലോ അല്ലെ ഒക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ഇത് ഹാർഡിഞ്ച് ഫസ്റ്റ്. ഹാർഡിഞ്ച് ഒന്നാമന്റെ കാലഘട്ടത്തിൽ കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഫാക്ട്സ് ഉണ്ട്. അത് നമ്മൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഹാർഡിഞ്ച് ഒന്നാമന്റെ കാലഘട്ടം അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു. ഹാർഡിഞ്ച് രണ്ടാമനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആയി സേവനം ചെയ്യുന്നത്. ഓക്കെ, 1844 മുതൽ 1848 വരെ ഹാർഡിഞ്ച് ഫസ്റ്റ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയി സേവനം ചെയ്തു. 1846 പെൺ ശിശുഹത്യ നിരോധിച്ചു. ഇത് നമ്മൾ എവിടെയോ പഠിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? തോന്നേണ്ടതാണ്. 1802 റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്ത് ശിശുഹത്യ നിരോധിച്ചിരുന്നു. 1802 റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ശിശുഹത്യ നിരോധിച്ചു. ഇവിടെ 1846 പെൺ ശിശുഹത്യ നിരോധിക്കുന്നത് ഹാർഡിഞ്ച് ഒന്നാമൻ പ്രഭുവാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ മുൻഗണന നൽകിയത് ഹാർഡിഞ്ച് ഒന്നാമൻ തന്നെ. സർക്കാർ ഓഫീസുകളിൽ ഞായർ ഒഴിവ് ദിവസമാക്കി മാറ്റിയതും ഹാർഡിഞ്ച് ഒന്നാമനാണ്. ശരിയല്ലേ? ഇതൊക്കെ പ്രാധാന്യമുള്ളതല്ലേ? ചോദിക്കാൻ സാധ്യതയില്ലേ? ഉണ്ട്. ഗോൺസ് വർഗക്കാരുടെ നരബലി നിരോധിച്ചത്, ഗോൺസ് വർഗക്കാരുടെ ഇടയിലുള്ള നരബലി, മനുഷ്യനെ ബലിയായി അർപ്പിക്കുന്നത് നിരോധിച്ചത് ഹാർഡിഞ്ച് ഒന്നാമനായിരുന്നു. അപ്പോൾ ഒരു പുരോഗമന ചിന്താഗതിക്കാരനാണ് ഹാർഡിഞ്ച് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാമൂഹിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഗോൺസ് വർഗക്കാരുടെ നരബലി നിരോധിച്ചു, പെൺ ശിശുഹത്യ നിരോധിച്ചു. ഭരണസംബന്ധമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ മുൻഗണന നൽകി. കാരണം ബ്രിട്ടീഷുകാരുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് അല്ലേ. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യാൻ പോകുന്നവർക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അല്ലെ. അതുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ മുൻഗണന നൽകിയത് ഹാർഡിഞ്ച് ഒന്നാമനായിരുന്നു. സർക്കാർ ഓഫീസുകളിൽ ഞായർ പൊതു അവധിയായി പ്രഖ്യാപിക്കുന്നത്, ഒഴിവു ദിവസമായി പ്രഖ്യാപിച്ചത് ഹാർഡിഞ്ച് ഒന്നാമനാണ്. ആ പതിവ് ഇന്നും ഇന്ത്യയിൽ തുടരുന്നു അല്ലെ. അതെ. സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ചത് ഹാർഡിഞ്ച് ഒന്നാമനായിരുന്നു. ഇത് PSC റീസെന്റായി ചോദിച്ച ചോദ്യമാണ്, മറക്കരുത്. സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ഹാർഡിഞ്ച് ഒന്നാമൻ. സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ചു, മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് പൂർണ്ണമായ റിവിഷൻ ചെയ്യാം. ഹാർഡിഞ്ച് ഒന്നാമൻ കാലയളവ് 1844 മുതൽ 1848 വരെ. 1846 പെൺ ശിശുഹത്യ നിരോധിച്ചു. അപ്പോൾ മനസ്സിൽ വരണം, ശിശുഹത്യ നിരോധിച്ചത് 1802 റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ബംഗാൾ പ്രവിശ്യയിൽ ശൈശവ വിവാഹം 1829 നിരോധിച്ചത് വില്യം ബെന്റിക്കാണ്. ഇവിടെ 1846 പെൺ ശിശുഹത്യ നിരോധിച്ചത് ഹാർഡിഞ്ച് ഒന്നാമൻ എന്ന ഗവർണർ ജനറൽ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ മുൻഗണന നൽകി. സർക്കാർ ഓഫീസുകളിൽ ഞായർ ഒഴിവു ദിവസമായി കണക്കാക്കി. ഗോൺസ് വർഗക്കാരുടെ നരബലി നിരോധിക്കുകയും ചെയ്തു. സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ഹാർഡിഞ്ച് ഒന്നാമനാണ്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഗവർണർ ജനറൽമാരുടെ അവസാനത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡൽഹൌസി പ്രഭുവിനെ കുറിച്ച് മാത്രം.
അത് കഴിഞ്ഞ് കാനിംഗ് പ്രഭു വരുന്നുണ്ടെങ്കിലും കാനിംഗ് പ്രഭു 1856 മുതൽ 58 വരെ ഗവർണർ ജനറലായിരുന്നു. 58 തൊട്ട് അതിനുശേഷം 61 അവസാനം വരേക്കും അദ്ദേഹം വൈസ്രോയി ആയിരുന്നു. നമ്മൾ വൈസ്രോയി എന്ന ഗണത്തിലാണ് ഡൽഹൌസി ഉൾപ്പെടുത്തി പഠിക്കുക. സോറി, കാനിംഗ് പ്രഭുവിനെ ഉൾപ്പെടുത്തി പഠിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഗവർണർ ജനറൽമാരിൽ അവസാനത്തെ ആളെന്ന് നമ്മൾ പറഞ്ഞത്. പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽമാരിൽ അവസാന വ്യക്തി എന്ന് പറയുന്നത് കാനിങ്ങും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി കാനിംഗ് പ്രഭു തന്നെയാണ് കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിലാണ് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുക. ഇന്നിനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൽഹൌസിയെ കുറിച്ച്. ഡൽഹൌസി പ്രഭു 1848 മുതൽ 1856 വരെ ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണറായി സേവനം ചെയ്തത് ഡൽഹൌസി പ്രഭു ആയിരുന്നു. പ്രഭു കുടുംബാംഗം തന്നെ, സംശയം വേണ്ട. പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആയിരുന്നു ഡൽഹൌസി പ്രഭു. പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. എത്ര പ്രായം കുറഞ്ഞതാ? നോക്കിയേ, 35-ാമത്തെ വയസ്സിൽ. നോക്കിയേ, 35-ാമത്തെ വയസ്സിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഗവർണർ ജനറലായി മാറിയ വ്യക്തിത്വമാണ് ആര്? ഡൽഹൌസി പ്രഭു. യുവത്വത്തിന്റെ ചുറുചുറുക്കോടുകൂടി അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഡൽഹൌസി പ്രഭു ഇന്ത്യയുടെ ഇന്നത്തെ ഇന്ത്യ എന്തായി തീരണം എന്നതിന് കാരണമായ ഒത്തിരി കാര്യങ്ങള്, ഒത്തിരി അടിസ്ഥാന വികസനത്തിന് തുടക്കം കുറിച്ച വ്യക്തിത്വമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിളിക്കുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു ആണ്. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, സാറേ നമ്മള് ജവഹർലാൽ നെഹ്റുവിനെ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ. ശരിയാണെന്നേ, അദ്ദേഹം ആധുനിക ഇന്ത്യയുടെ ശില്പി തന്നെ. അപ്പൊ ചോദ്യം എങ്ങനെ ചോദിക്കും? ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? അത് ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ക്ലിയർ ആണേ? അടുത്ത നമ്മൾ പറയുന്നു, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു ആണ്. കാരണം ഡൽഹൌസി പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലഘട്ടത്താണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നത്. റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജ്. റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നത് ഡൽഹൌസിയുടെ കാലഘട്ടത്താണ്. യഥാർത്ഥത്തിൽ റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ചത് ആരാണ്? ജെയിംസ് തോംസൺ ആണ്. ജെയിംസ് തോംസൺ കേട്ടോ. ആരംഭിച്ചത് ജെയിംസ് തോംസൺ. ആരുടെ കാലഘട്ടത്തിൽ എന്ന് ചോദിച്ചാൽ ഡൽഹൌസിയുടെ കാലഘട്ടം. അതുകൊണ്ട് ഡൽഹൌസിയെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആരാ? കോൺവാലിസ് പ്രഭു. എന്തുകൊണ്ട്? 1793 കോൺവാലിസ് കോഡ് പാസ്സാക്കിയതുകൊണ്ട്. ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? കോൺവാലിസ്. എന്തുകൊണ്ട്? 1793 കോൺവാലിസ് കോഡ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നതുകൊണ്ട്. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന്റെ പിതാവ് ആരാ? ഡൽഹൌസി. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ് 1851 റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുന്നത്. യഥാർത്ഥത്തില് ഈ ജെയിംസ് തോംസൺ റൂർക്കിയില് ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിച്ചത് 1847 1847 ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആരംഭിക്കുക. ഈ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനെ എഞ്ചിനീയറിംഗ് കോളേജ് ആക്കി മാറ്റാൻ സഹായിച്ചത് ഡൽഹൌസി പ്രഭു ആയിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് ആക്കി മാറ്റാൻ സഹായിച്ചത് ഡൽഹൌസി പ്രഭു ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഡൽഹൌസി പ്രഭുവിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ 1851 റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ എന്ത് ചെയ്തു? എഞ്ചിനീയറിംഗ് സർവീസിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് സിവിൽ എഞ്ചിനീയറിംഗിന് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പഠിക്കാൻ വന്നു. അവര് പഠനം പൂർത്തിയാക്കി. അന്നത്തെ കാലഘട്ടത്ത് 3 വർഷമായിരുന്നു എഞ്ചിനീയറിംഗ് സർവീസ്. അതായത് എഞ്ചിനീയറിംഗ് എന്ന വിദ്യാഭ്യാസം നേടുവാൻ 3 വർഷമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ 1851 അധ്യയനം ആരംഭിക്കുകയും 1854 ഈ റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒട്ടനവധി എഞ്ചിനീയർമാർ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഒട്ടനവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് പേര്. ഇനി ആയിരക്കണക്കിനൊന്നും അല്ല കേട്ടോ. 100-ൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തു? കോഴ്സ് പൂർത്തീകരിച്ച് വെളിയിലിറങ്ങി. അപ്പോൾ ഇവർക്ക് ജോലി കൊടുക്കണം. അതോടൊപ്പം മെച്ചപ്പെട്ട ജോലി ആയിരിക്കണം നൽകേണ്ടത്. വെറുതെ ജോലി എടുത്തിട്ട് കാര്യമില്ലല്ലോ. ആ ജോലി കൊണ്ട് എന്ത് ചെയ്യണം? എന്തെങ്കിലും മെച്ചപ്പെട്ട പ്രവൃത്തി ചെയ്യിപ്പിക്കണം. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഡൽഹൌസി
ഇവര് കോളേജ് പഠനം പൂർത്തിയാക്കിയല്ലോ, എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയല്ലോ. 1854 എന്താരംഭിച്ചു? ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട്, അത് കെട്ടിട നിർമ്മാണമാകാം, റോഡ് നിർമ്മാണമാകാം, എന്തോ ആയിക്കോട്ടെ, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് പ്രത്യേക വകുപ്പ് രൂപീകരിച്ചു. പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ്. അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ച് അതിൽ ഈ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയവർക്ക് ജോലിയും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് കണക്റ്റഡ് ആണ്. നമ്മൾ അടുത്തത് ഉടനെ പഠിക്കും സ്ലൈഡിൽ, എങ്കിലും മനസ്സിലുണ്ടാവട്ടെ. നമ്മൾ വർഷം അനുസരിച്ച് പോകുന്നതുകൊണ്ട് 1884 കുറച്ച് കഴിഞ്ഞിട്ട് എത്തത്തുള്ളൂ. എങ്കിലും ഞാൻ കണക്ട് ചെയ്ത് വെക്കാണ്. റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജിന്റെ തുടക്കം കുറിച്ചു. അതിന്റെ വികാസത്തിന് വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് 1854 ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ്, മലയാളവൽക്കരിച്ചാൽ പൊതുമരാമത്ത് വകുപ്പിന് തുടക്കം കുറിച്ചത് ഡൽഹൌസി പ്രഭു ആയിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് റിവിഷൻ ചെയ്താലോ? യെസ്. അപ്പൊ ഡൽഹൌസി പ്രഭു കാലയളവ് 1848 മുതൽ 1856 വരെ. ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു ആര്? നമ്മുടെ ഡൽഹൌസി. 35ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഗവർണർ ജനറൽ എന്ന പദവിയിലെത്തുക. യുവത്വത്തിന്റെ ചെറുചെറുപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി തന്നെ. 1851 റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജിന് തുടക്കം കുറിച്ചത് ഡൽഹൌസിയുടെ കാലഘട്ടത്താണ്. യഥാർത്ഥത്തിൽ റൂർക്കിയിൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിച്ച ജെയിംസ് തോംസൺ ആണ് 1847. ക്ലിയർ ആണ്. ഇനി അടുത്ത് പറയുന്നു, 1848 ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നു. ഡൽഹൌസി ചെയ്തതില് ഇന്ത്യക്കാര് കുറ്റപ്പെടുത്തുന്ന, ഡൽഹൌസി പ്രഭുവിനെ കുറ്റപ്പെടുത്തുന്ന ഒരേ ഒരു പ്രവൃത്തി ഇതാണെന്ന് പറയേണ്ടി വരും. ഡൽഹൌസി പ്രഭുവിനെ കുറ്റപ്പെടുത്താൻ കാരണമായ ഒരേ ഒരു കാര്യം ഇതായിരുന്നു. പക്ഷെ ഡൽഹൌസിയെ സംബന്ധിച്ചിട്ട് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അംഗീകരിച്ചിരുന്ന നാട്ടുരാജ്യങ്ങളിൽ നാട്ടുരാജാക്കന്മാർക്ക് എന്ത് ചെയ്തിരുന്നു? പെൻഷൻ നൽകി. ചില രാജാക്കന്മാർക്ക് മക്കളില്ലാതായി. അപ്പൊ മക്കളില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അനന്തരാവകാശിക്ക് പെൻഷൻ കൊടുക്കണോ? വേണ്ട. അനന്തരാവകാശ പെൻഷൻ കൊടുക്കണോ? വേണ്ട. പക്ഷേ ഈ നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? സ്വന്തം മക്കളില്ലാത്തതുകൊണ്ട് കുറെ പേരെ ദത്തെടുത്ത് അനന്തരാവകാശികളായി പ്രഖ്യാപിച്ചു. എന്നിട്ട് പറഞ്ഞു അവർക്കും എന്തു കൊടുക്കണം? പെൻഷൻ കൊടുക്കണം. അത് ആ ഒരു റവന്യൂ ചിലവ് കുറവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഡൽഹൌസി പ്രഭു ഈ ദത്തവകാശ നിരോധന നിയമം പാസ്സാക്കിയതെന്ന് കണക്കാക്കും. അതായത് ഏതെങ്കിലും ഒരു നാട്ടുരാജ്യത്തെ രാജാവ് മക്കളില്ലെങ്കിൽ, ഏതെങ്കിലും ദത്തെടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യില്ല? ബ്രിട്ടീഷുകാർ പെൻഷൻ അനുവദിക്കില്ല. ആർക്ക് മാത്രമേ പെൻഷൻ കൊടുക്കൂ? രാജാവിന് മാത്രം. രാജാവിന് മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് പെൻഷൻ കൊടുക്കും, ഇല്ലെങ്കിൽ പെൻഷൻ എന്ത് ചെയ്യും? അവിടെ വെച്ച് നിർത്തലാക്കപ്പെടും. ഈ ഒരു കാഴ്ചപ്പാടാണ് പിന്നീട് 1857 വിപ്ലവത്തിലേക്ക് എത്തുന്നത്. നമ്മൾ വിപ്ലവം പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, യഥാർത്ഥ രാജാവിന് എന്ത് ചെയ്തിരുന്നു? പെൻഷൻ കിട്ടിയിരുന്നു, ബ്രിട്ടീഷുകാർ പെൻഷൻ നൽകിയിരുന്നു. ദത്തെടുക്കപ്പെട്ട മക്കൾക്ക് പെൻഷൻ നൽകിയില്ല. അതിനെതിരെയുള്ള പ്രക്ഷോഭമായിരുന്നു 1857 ഈ നിയമവുമായി ബന്ധപ്പെട്ട നാട്ടുരാജ്യങ്ങൾ നടത്തിയത്. ഓക്കെ, എങ്കിലും മനസ്സിലുണ്ടാവട്ടെ, പിന്നീട് പോകുമ്പോൾ നമുക്കത് പഠിക്കാം. അപ്പൊ 1848 ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമപ്രകാരം ഏറ്റവും ആദ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത് സത്താറ എന്ന നാട്ടുരാജ്യത്തെ. അവസാനമായി കൂട്ടിച്ചേർത്തത് ഔദ് എന്ന നാട്ടുരാജ്യത്തെ 1856. ആദ്യം കൂട്ടിച്ചേർത്തത് സത്താറ ഏത് വർഷമായിരിക്കും? 1848. ശരിയല്ലേ? അവസാനമായി കൂട്ടിച്ചേർത്തത് ഔദ് എന്ന നാട്ടുരാജ്യത്തെ ഏത് വർഷം? 1856. 1851 ടെലഗ്രാഫ് സംവിധാനത്തിന് തുടക്കം കുറിച്ചു. ഏത് മുതൽ ഏതുവരെ? കൽക്കട്ട മുതൽ ആഗ്ര വരെ. ഇംഗ്ലണ്ടിലെ ഡയമണ്ട് ഹാർബറുമായി ഈ ടെലഗ്രാഫ് സംവിധാനം ബന്ധിപ്പിക്കുന്നത് പിന്നീട് 1865 ജോൺ ലോറൻസിന്റെ കാലഘട്ടത്താണ്. സംശയമുണ്ടാവരുത്, അതുകൊണ്ട് ഞാൻ പറയാം. അപ്പോൾ 1851 ഡൽഹൌസിയുടെ കാലഘട്ടത്തെ ടെലഗ്രാഫ് സംവിധാനം ആരംഭിച്ചു. ഏതോട്ട് ഏതുവരെ? കൽക്കട്ട മുതൽ ആഗ്ര വരെ. ഇംഗ്ലണ്ടിലെ ഡയമണ്ട് ഹാർബറുമായി ബന്ധിപ്പിക്കുന്നത് ഏത് വർഷമാണ്? 1865 ജോൺ ലോറൻസിന്റെ കാലഘട്ടത്താണ്. നമ്മൾ പിന്നീട് പഠിക്കാം. ഈ ടെലഗ്രാഫ് സംവിധാനം നിലവിലുണ്ടോ? ഇല്ല. തപാൽ വകുപ്പിന്റെ കീഴിലായിരുന്നു ടെലിഗ്രാഫ് സംവിധാനം.
ഈ ടെലിഗ്രാഫ് സംവിധാനം പിന്നീട് 2013 നിരോധിക്കുകയും ചെയ്തു. അതിപ്പോൾ നിലവിൽ സർവീസ് ഇല്ല കേട്ടോ. എങ്കിലും PSC ചോദിക്കാറുണ്ട് ടെലിഗ്രാഫ് സംവിധാനം ആരംഭിച്ചതെന്ന് 1851. ഏത് തൊട്ട് ഇതുവരെ? കൽക്കട്ട മുതൽ ആഗ്ര വരെ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയായി പ്രഖ്യാപിച്ചത് ഏത് നിയമം അനുസരിച്ചാണ്? പെട്ടെന്ന് പറഞ്ഞു. കൽക്കട്ട ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഏത് നിയമം അനുസരിച്ചാണ്? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ് കാര്യം. പെട്ടെന്ന് പറഞ്ഞു നോക്കാമോ? ആർക്കെങ്കിലും പറഞ്ഞു നോക്കാമോ? യെസ്, ഓർമ്മ വന്നു അല്ലേ? കുറച്ചു പേർക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. നമ്മൾ ഗവർണർ ജനറൽമാർ പഠിച്ചു തുടങ്ങിയ ആദ്യത്തെ ക്ലാസ്സിൽ ഗവർണർ ജനറൽമാർ പാർട്ട് 1 നമ്മൾ പഠിച്ചു. 1773 എന്ത് ചെയ്തു? റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കി. ആ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിന്റെ ആദ്യ ഗവർണർ ജനറലായി വാറൻ ഹേസ്റ്റിംഗ്സിനെ നിയമിച്ചു. കൂടാതെ കൽക്കട്ടയെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കൽക്കട്ടയെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓർക്കുന്നുണ്ടോ? യെസ്. ഇവിടെ നമ്മൾ എന്താ പറയണേ? ഷിംല വേനൽക്കാല തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനമായി എന്ത് ചെയ്തു? ഷിംല കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. 1852 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് സിന്ധ് ഡാക്ക് പുറത്തിറക്കി. 1852 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് സിന്ധ് ഡാക്ക് പുറത്തിറക്കി. ഈ സിന്ധ് ഡാക്ക് എന്ന് പറയുന്ന തപാൽ സ്റ്റാമ്പ് അച്ചടിച്ചത് കറാച്ചിയിൽ നിന്നായിരുന്നു. അതിൽ ആലേഖനം ചെയ്തിരുന്നത്, അതിൽ പ്രിന്റ് ചെയ്തിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുദ്രയാണ്. കാരണം എന്താ? ഇന്ത്യയിൽ അപ്പോഴും ഭരിക്കുന്ന ആരാ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയല്ലേ. അതുകൊണ്ട് സിന്ധ് ഡാക്കിൽ മുദ്രണം ചെയ്തിരുന്നത് എന്തായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുദ്രയായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുദ്ര ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് എന്നായിരുന്നു? നിങ്ങൾക്കറിയാമോ? ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ്, ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ്, ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് 1840 ഇംഗ്ലണ്ടാണ് അല്ലെങ്കിൽ ബ്രിട്ടൻ ആണ് പുറത്തിറക്കിയത്. ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ. അതിന്റെ പേര് പെന്നി ബ്ലാക്ക് എന്നായിരുന്നു. പെന്നി ബ്ലാക്ക് എന്നായിരുന്നു. ഇപ്പൊ ഓർമ്മ ഒന്നല്ലേ? പെന്നി ബ്ലാക്ക്. അപ്പോൾ ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് 1840 ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ പുറത്തിറങ്ങി. അതിന്റെ പേര് പെന്നി ബ്ലാക്ക് എന്നായിരുന്നു. അവിടുത്തെ നാണയം പെന്നി ആയതുകൊണ്ട് ഒരു പെന്നിക്ക് കിട്ടുന്ന സ്റ്റാമ്പ് എന്ന അർത്ഥത്തിലാണ് പെന്നി ബ്ലാക്ക് എന്ന് വിളിച്ചത്. ഈ പെന്നി ബ്ലാക്കിൽ മുദ്രണം ചെയ്തിരുന്നത് എന്തായിരുന്നു? അതിൽ ചിത്രീകരിച്ചത് എന്തായിരുന്നു? ചിത്രീകരിച്ചത് അപ്പോഴ് ബ്രിട്ടനിലെ രാജഭരണമല്ലേ? 1840 രാജഭരണമല്ലേ? ഇപ്പോഴും രാജഭരണം തന്നെയാണ്, എങ്കിലും രാജഭരണമല്ലേ? അപ്പോ യഥാർത്ഥ ഭരണാധികാരി രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയായിരിക്കും. രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയായിരിക്കും. ആ സമയത്ത് ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയത് വിക്ടോറിയ ആയിരുന്നു. വിക്ടോറിയ രാജ്ഞി ആയിരുന്നു. അതുകൊണ്ട് ആരുടെ ചിത്രമാണ് ആലേഖനം ചെയ്തിരുന്നത്? വിക്ടോറിയ രാജ്ഞിയുടെ ചിത്രം. അപ്പോൾ ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് 1840 ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ പുറത്തിറങ്ങി. അതിന്റെ പേര് പെന്നി ബ്ലാക്ക് എന്നായിരുന്നു. അതിൽ ആലേഖനം ചെയ്തിരുന്നത് വിക്ടോറിയ രാജ്ഞിയുടെ ചിത്രം. എന്നാൽ ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് 1852 അതിന്റെ പേര് സിന്ധ് ഡാക്ക് എന്നായിരുന്നു. സിന്ധ് ഡാക്ക് എന്നായിരുന്നു. ഡാക്ക് എന്ന് പറഞ്ഞാൽ തപാൽ. സിന്ധ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ. ഓക്കെ, സിന്ധു നദിക്കരയിലുള്ള രാജ്യം എന്നാണ് സിന്ധ് ഡാക്ക്. എവിടെ നിന്ന് അച്ചടിക്കുന്നത്? കറാച്ചിയിൽ നിന്നാണ് അച്ചടിക്കുക. ഈ കറാച്ചിയിലാണ് സിന്ധു നദി അറബിക്കടൽ പതിക്കുന്ന സ്ഥലം അല്ലെ? അത് തന്നെ. അപ്പൊ കറാച്ചിയിൽ നിന്നാണ് അച്ചടിക്കുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുദ്രയാണ് ആലേഖനം ചെയ്തിരുന്നത്. മറക്കില്ലാലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യുന്ന സ്ലൈഡ്. നമ്മൾ ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടമാണ് പഠിച്ചുകൊണ്ടിരിക്കുക. ഡൽഹൌസി പ്രഭു 1848 എന്ത് ചെയ്തു? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കി. ദത്തവകാശ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് സത്താറ എന്ന നാട്ടുരാജ്യം 1848. അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ടത് ഔദ് എന്ന നാട്ടുരാജ്യമാണ് 1856. 1851 ടെലഗ്രാഫ് സംവിധാനത്തിന് തുടക്കം കുറിച്ചു. കൽക്കട്ട മുതൽ ആഗ്ര വരെ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനം ഷിംലയായി തിരഞ്ഞെടുത്തത് ആര് തന്നെയാണ്? ഡൽഹൌസി തന്നെയാണ്. 1852 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി സിന്ധ് ഡാക്ക്. ഇവിടെ നിന്ന്? കറാച്ചിയിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുദ്രയാണ് പതിച്ചിരുന്നത്. അതോടൊപ്പം നമ്മൾ കണക്ട് ചെയ്തു
ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് 1840 പുറത്തിറക്കി. ഇവിടെ ഇംഗ്ലണ്ടിൽ. അതിന്റെ പേരെന്തായിരുന്നു? പെന്നി ബ്ലാക്ക് എന്നായിരുന്നു. അതിൽ ചിത്രീകരിച്ചത് എന്തായിരുന്നു? അപ്പോൾ ബ്രിട്ടൻ ഭരിച്ചിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ ചിത്രമായിരുന്നു. അപ്പോൾ ബ്രിട്ടൻ ഭരിച്ചിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ ചിത്രമായിരുന്നു. ക്ലിയർ ആണ്? യെസ്. അടുത്ത് പഠിക്കാം. ഡൽഹൌസി പ്രഭു കഴിഞ്ഞിട്ടില്ല. 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചു. 2 റെയിൽവേ പാതകളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആദ്യ റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെയും രണ്ടാമത് റെയിൽവേ പാത കൽക്കട്ട മുതൽ പശ്ചിമ ബംഗാളിലെ റാണിഗഞ്ച്. റാണിഗഞ്ച് എന്ന് പറയുന്നത് ഒരു കൽക്കരി ഖനിയാണ് കേട്ടോ. ചരക്ക് നീക്കത്തിന് വേണ്ടിയായിരുന്നു. റാണിഗഞ്ച് എന്ന കൽക്കരി ഖനിയിൽ നിന്ന് കൽക്കട്ട എന്ന തുറമുഖ നഗരത്തേക്ക് എന്ത് ചെയ്യുന്നു? കൽക്കരി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. ബോംബെ താനെ പിന്നീട് പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കുവാനായിട്ട് തുറന്നു കൊടുത്തു. കൽക്കട്ട റാണിഗഞ്ച് എന്ന് പറയുന്ന ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ട്, പൂർണ്ണമായും ചരക്ക് നീക്കത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ 1853 ഏപ്രിൽ 16 റെയിൽ ഗതാഗതം ആരംഭിച്ചു. ആദ്യ റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെയും രണ്ടാമത്തത് കൽക്കട്ട മുതൽ റാണിഗഞ്ച് വരെയും. റാണിഗഞ്ച് എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ, നിലവിലും പശ്ചിമ ബംഗാളിലെ ഒരു കൽക്കരി ഖനിയാണ്. കൽക്കരി ഖനിയാണ് റാണിഗഞ്ച് എന്ന് പറയുക കേട്ടോ. ഇനി 1853 4ാം ചാർട്ടർ നിയമം പാസ്സാക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു ആയിരുന്നു. ഈ 4ാം ചാർട്ടർ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിവിൽ സർവീസ് മത്സര പരീക്ഷയ്ക്ക് തുടക്കം കുറിക്കുക. അപ്പോ സിവിൽ സർവീസ് മത്സര പരീക്ഷയ്ക്ക് തുടക്കം കുറിച്ചത് ആരാ? ഡൽഹൌസി പ്രഭു. എന്നാൽ സിവിൽ സർവീസിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാ? കോൺവാലിസ് പ്രഭു. സിവിൽ സർവീസ് പരീക്ഷയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഉദ്യോഗ പേരാണ് ജില്ലാ കളക്ടർ. ആ ജില്ലാ കളക്ടർ എന്ന തസ്തിക സൃഷ്ടിച്ചതാരാ? വാറൻ ഹേസ്റ്റിങ്സ് 1772 കിനിങ്ങിനയിൽ സമ്പ്രദായം അനുസരിച്ച്. ശരിയല്ലേ? ഓർമ്മ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും കേട്ടോ. നമ്മൾ പഠിച്ചു തന്നെ മുന്നോട്ട് പോകും. യെസ്. ഒരു വിഷയം നിങ്ങൾക്ക് ഓർമ്മ വന്നില്ല, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി മാത്രം. ബി ഹാപ്പി ആൾവേസ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താം. 1853 ഏപ്രിൽ 16 റെയിൽവേ ഗതാഗതം തുടക്കം കുറിച്ചു. ആദ്യ റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെയും രണ്ടാമത്തത് കൽക്കട്ട മുതൽ റാണിഗഞ്ച് വരെയും. 1853 4ാം ചാർട്ടർ നിയമം പാസാക്കി ഡൽഹൌസിയുടെ കാലഘട്ടത്ത്. ഈ 4ാം ചാർട്ടർ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിവിൽ സർവീസ് മത്സര പരീക്ഷയ്ക്ക് തുടക്കം കുറിക്കുന്നത്. സിവിൽ സർവീസ് മത്സര പരീക്ഷയ്ക്ക് തുടക്കം കുറിക്കുന്നത്. 1854 ഗംഗാ കനാൽ നിർമ്മിച്ചു. ഗംഗാ നദിയിൽ നിന്ന് ജലം ഒഴുക്കിക്കൊണ്ടുപോയി കാർഷിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണ് കനാൽ. കനാൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു നദിക്ക് കൈവഴി ഉണ്ടാവും, പോഷക നദി ഉണ്ടാവും. എന്താണ് ഈ പോഷക നദി എന്ന് പറഞ്ഞാൽ? ഒരു നദിയിൽ പ്രകൃതിദത്തമായി മറ്റൊരു നദിയിലെ ജലം എത്തിച്ചേരുന്നുവെങ്കിൽ ആ ഏത് നദിയിലെ ജലമാണോ എത്തിച്ചേരുന്നത് ആ നദിയെ നമ്മൾ പോഷക നദി എന്ന് വിളിക്കും. പോഷക നദി, ആ നദിയിലെ ജലം ഇതിലേക്ക് എത്തിച്ചേരും. ഇനി കൈവഴി എന്ന് പറഞ്ഞാലോ? യെസ്, ഒരു നദിയിലെ ജലം പ്രകൃതിദത്തമായി വേർതിരിച്ചു കൊണ്ടുപോകുന്ന ചെറുനദിയെ നമ്മൾ അതെന്ന് വിളിക്കും? കൈവഴി എന്ന് വിളിക്കും. അത് ഒരു നദി ചെറിയൊരു ബ്രാഞ്ചായിട്ട് പിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഒരു നദിയിലെ ജലം ഒരു ചെറിയ കൈവഴിയിലൂടെ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? കൈവഴി. കൈവഴിക്ക് സമാനമായി, കൈവഴി എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിരിക്കും, പോഷക നദിയും പ്രകൃതിദത്തമായിരിക്കും. കൈവഴിക്ക് പകരം ഒരു നദിയിലെ ജലം വേർതിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി മനുഷ്യൻ നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കനാൽ എന്ന് വിളിക്കുക. ശരിയല്ലേ? അപ്പൊ കനാൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമാണോ? ഒരിക്കലുമല്ല. നദികളുടെ കൈവഴിക്ക് സമാനമായി, നദിയിലെ ജലം ഒഴുക്കി കൊണ്ടുപോകാൻ, നദിയിലെ കൈവഴിക്ക് സമാനമായി നദിയിൽ നിന്ന് വെള്ളം ഒഴുക്കി കൊണ്ടുപോകാൻ നിർമ്മിക്കുന്ന മനുഷ്യനിർമ്മിതമായ സംവിധാനമാണ് കനാൽ എന്നറിയപ്പെടുക. അപ്പോൾ ഗംഗാ കനാൽ എന്ന് പറഞ്ഞാലോ? ഗംഗാ നദിയിൽ നിന്ന് വെള്ളം വേർതിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി. 1854 ഗംഗാ കനാൽ നിർമ്മിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. 1854 ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചു, അഥവാ തപാൽ വകുപ്പ് ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചത് 1854 ഡൽഹൌസി പ്രഭുവാണ്. അതായത് തപാൽ സംവിധാനം പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ അവസരം നൽകിയെന്നർത്ഥം. സ്റ്റാമ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ കൃത്യമായി തപാൽ സംവിധാനം ആദ്യമായി ആരംഭിക്കുന്നത് 1854 ഡൽഹൌസിയുടെ കാലഘട്ടമാണ്. അപ്പൊ നമുക്ക് രണ്ടു തരത്തിൽ പറയാം. ഒന്നുകിൽ ആധുനിക തപാൽ സംവിധാനം, അല്ലെങ്കിൽ തപാൽ വകുപ്പ് ആരംഭിച്ചത് ഡൽഹൌസി പ്രഭു.
എന്നാൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. ആ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇക്കാര്യം കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം ആരംഭിച്ചത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ശരിയാണോ? റോബർട്ട് ക്ലൈവ് ആയിരുന്നു 1767. ഇന്ത്യയിൽ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത്, GPO ആരംഭിച്ചത് 1774 കൽക്കട്ടയില്. ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. വാറൻ ഹേസ്റ്റിങ്സ്. ശരിയല്ലേ? എന്നാൽ ആധുനിക തപാൽ സംവിധാനം അല്ലെങ്കിൽ തപാൽ വകുപ്പ് ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ പേര് പറയണം? ഡൽഹൌസിയുടെ പേര് പറയണം. 1854 പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചു. ഞാനത് ഡൽഹൌസിയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? 1851 റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ചു. അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വ്യക്തികൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി, വെറുതെ തൊഴിൽ നൽകിയാൽ പോരാ, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണം, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് പൊതുമരാമത്ത് വകുപ്പ് അഥവാ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് 1854 ആരംഭിച്ചത് ആര് തന്നെ? ഡൽഹൌസി പ്രഭു തന്നെ. ക്ലിയർ അല്ലേ? യെസ്, ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രാധാന്യമുണ്ട്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. 1854 3 കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡിൽ പഠിച്ചത്. 1854 ഗംഗാ കനാൽ നിർമ്മിച്ചു, കാർഷിക ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ജലസേചനത്തിന് വേണ്ടി എന്ന് പറയാം. 1854 ആധുനിക തപാൽ സംവിധാനം അഥവാ തപാൽ വകുപ്പ് ആരംഭിച്ചു. 1854 പൊതുമരാമത്ത് വകുപ്പ് അഥവാ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിന് തുടക്കം കുറിച്ചു. 1854 തന്നെ വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ പഠിക്കുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മെക്കാള വിദ്യാഭ്യാസ കമ്മീഷനൊക്കെ ഉണ്ട്, അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. മെക്കാള വിദ്യാഭ്യാസ കമ്മീഷൻ 1834 വില്യം ബെന്റിക്കിന്റെ കാലഘട്ടത്തിൽ നിയമിക്കപ്പെട്ടു. മെക്കാള വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1835 ആ റിപ്പോർട്ട് എന്ത് പേരിൽ അറിയപ്പെടുന്നു? മെക്കാള മിനിറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ മെക്കാള മിനിറ്റ്സ് എന്ന 1835 അഥവാ മെക്കാള വിദ്യാഭ്യാസ കമ്മീഷന്റെ റിപ്പോർട്ട് എന്ന 1835. എന്നാൽ മെക്കാള വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചതെന്ന 1834. സംശയം ഉണ്ടാവരുത്. ആ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. എന്നാൽ വില്യം ബെന്റിങ്ങിന്റെ കാലഘട്ടത്ത് ഒത്തിരി പേർക്ക് അതിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതിലെന്തെങ്കിലും കാലാനുസൃതമായ മാറ്റം വേണം എന്നതുകൊണ്ടാണ് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ നിയമിക്കുക. അങ്ങനെ വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷന്റെ നിർദ്ദേശം നോക്കിയേ. പ്രാഥമിക വിദ്യാഭ്യാസം ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലും നടത്താം. പ്രാഥമിക വിദ്യാഭ്യാസം ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷ അനുവദിക്കും. എന്നാൽ ഉന്നത വിദ്യാഭ്യാസം ഇംഗ്ലീഷും മാത്രമായിരിക്കും. പ്രാഥമിക വിദ്യാഭ്യാസം ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലും കൊടുക്കും. എന്നാൽ ഉന്നത വിദ്യാഭ്യാസം ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും. ഇന്നും അത് തന്നെയല്ലേ നമ്മൾ ഫോളോ ചെയ്യുന്നത്? അല്ലേ? പ്രൈമറി എഡ്യൂക്കേഷൻ ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലും നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഉന്നത വിദ്യാഭ്യാസം, കലാലയ വിദ്യാഭ്യാസം ഇംഗ്ലീഷിലല്ലേ? ഇംഗ്ലീഷിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആധുനിക അഥവാ പാശ്ചാത്യ അഥവാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് 2 തലത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ആര് നിർദ്ദേശിച്ചത്? വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ. ശരിയല്ലേ? പ്രാഥമിക വിദ്യാഭ്യാസം പറഞ്ഞു, ഉന്നത വിദ്യാഭ്യാസം പറഞ്ഞു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒട്ടനവധി സ്ഥാപനങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ഥാപനങ്ങൾ വളരെ കുറവായിരുന്നു. അങ്ങനെ ഈ ഉന്നത വിദ്യാഭ്യാസം ഇംഗ്ലീഷിലായിരിക്കണമെന്ന വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് 1857 ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കൽക്കട്ടയിലും, രണ്ടാമത്തെ സർവകലാശാല ബോംബെയിലും, മൂന്നാമത്തെ സർവകലാശാല മദ്രാസിലും ആരംഭിക്കുക. സംശയമുണ്ടാവരുത്, വളരെ പ്രാധാന്യമർഹിക്കുന്നു. കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ 1857 ഇന്ത്യയിലെ ആദ്യത്തെ കോളേജുകൾ, അതായത് സർവകലാശാലകൾ പണിയെടുപ്പിക്കുന്നത് ഈ വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്. ആ ഒരു പോയിന്റ് 1857 കാനിങ് പ്രൂഫ് പഠിക്കുമ്പോൾ അതിന്റെ സബായിട്ട് നമ്മൾ പറയും, ഇത് എന്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു? വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷന്റെ ഉന്നത വിദ്യാഭ്യാസം നൽകണമെന്ന നിർദ്ദേശപ്രകാരമായിരുന്നു. മറക്കൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ പ്രാഥമിക തലം മുതൽ കലാലയ വിദ്യാഭ്യാസം വരെയുള്ള മാർഗനിർദ്ദേശം നൽകിയ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം?
വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയണം. അതാണ് പ്രാധാന്യം. പ്രാഥമിക തലം മുതൽ സർവകലാശാല തലം വരെയുള്ള വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചത് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനാണ്. അതേ വിദ്യാഭ്യാസ പ്രക്രിയ തന്നെയല്ലേ ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന നിർദ്ദേശം ആരാ നൽകുന്നേ? 1854 ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ നിയമിക്കപ്പെട്ട വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനാണ്. അതുകൊണ്ട് ഈ വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ, ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ, ഇന്ത്യയിലെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ, ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട അഥവാ പ്രമാണരേഖ എന്ന് വിളിക്കുന്നു. ഓക്കെ. മെക്കാള വിദ്യാഭ്യാസ കമ്മീഷൻ നമ്മൾ എന്തെന്ന് വിളിച്ചു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മൈൽ സ്റ്റോൺ അഥവാ ആണിക്കല്ല്, മൈൽ സ്റ്റോൺ അഥവാ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മെക്കാള വിദ്യാഭ്യാസ കമ്മീഷനും മാഗ്ന കാർട്ട അഥവാ പ്രമാണരേഖ എന്നറിയപ്പെടുന്നത് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനുമാണ്. മറക്കരുത്. അപ്പോൾ 1854 വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് വെച്ചു. വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷന്റെ നിർദ്ദേശം എന്താ? പ്രാഥമിക വിദ്യാഭ്യാസം ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലും, എന്നാൽ ഉന്നത വിദ്യാഭ്യാസം ഇംഗ്ലീഷിൽ മാത്രമായിരിക്കണം. ഓക്കെ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ എഴുതി വെക്കാം. യഥാർത്ഥത്തിൽ അങ്ങനെ ചിലപ്പോൾ PSC ചോദിച്ചേക്കാം. പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ സർവകലാശാല തലം വരെയുള്ള വിദ്യാഭ്യാസ പദ്ധതി നിർദ്ദേശിച്ചത് ആരായിരുന്നു? നമ്മുടെ വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരുന്നു. ഓക്കെ. പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ സർവകലാശാല തലം വരെയുള്ള വിദ്യാഭ്യാസ പദ്ധതി നിർദ്ദേശിച്ചത് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആധുനിക അല്ലെങ്കിൽ പാശ്ചാത്യ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട അഥവാ പ്രമാണരേഖ എന്ന് വിളിക്കുക. ഇമ്പോർട്ടന്റ് അല്ലേ? യെസ്. ഡൽഹൌസി പ്രഭു തീർന്നോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ഒരു സ്ലൈഡ് കൂടി. കാരണം ഇദ്ദേഹം യൂത്ത് ആയിരുന്നത് കൊണ്ട് ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇദ്ദേഹം പരിശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഓക്കെ. യെസ്. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് ലാസ്റ്റ് സ്ലൈഡിലേക്ക് പോവാണ് കേട്ടോ. 1855 ഡൽഹൌസിയുടെ കാലഘട്ടത്താണ് സാന്താൾ കലാപം അടിച്ചമർത്തപ്പെട്ടത്. PSC സ്ഥിരം ചോദിക്കുന്ന ഒരു വർഷമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1855 സാന്താൾ കലാപം അടിച്ചമർത്തി. 1856 വിധവ പുനർവിവാഹ നിയമം പാസാക്കി. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് 1856 ഡൽഹൌസി പ്രഭുവാണ്. അതിനുവേണ്ടി പ്രേരണ നൽകിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന സാമൂഹിക പരിഷ്കർത്താവ്. വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് 1856 വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് 1856 ആരായിരുന്നു? ഡൽഹൌസി പ്രഭു ആയിരുന്നു. അതിന് പ്രേരണ നൽകിയത് ആരായിരുന്നു? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയിരുന്നു. ഓക്കെ. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. ഇത് പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഡൗട്ട് വന്നേക്കാം. സാറേ, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം അതെന്താണ് സംഭവം? അത് നമ്മൾ കാനിങ് പ്രൂഫ് എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടല്ലോ. അതേന്നേ. ഈ 1856 വിധവ പുനർവിവാഹ നിയമത്തെ 1857 കാനിങ് പ്രഭു ഭേദഗതി ചെയ്തു. കാനിങ് പ്രഭു ഭേദഗതി ചെയ്തുകൊണ്ട് എന്താക്കി മാറ്റി? ഹിന്ദു വിധവ പുനർവിവാഹമാക്കി മാറ്റി. ഹിന്ദു വിധവ പുനർവിവാഹം എന്നാക്കി മാറ്റി. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ഭേദഗതി ചെയ്തത് കാനിങ് പ്രഭു എന്ന് നമ്മൾ പഠിക്കാം. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ഭേദഗതി ചെയ്തത് കാനിങ് പ്രഭു ആണ് 1857. ആ തരത്തിലുള്ള നമ്മൾ പഠിക്കും. കണക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം കേട്ടോ. അപ്പൊ 1855 സാന്താൾ കലാപം അടിച്ചമർത്തപ്പെട്ടത് ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. 1856 വിധവ പുനർവിവാഹ നിയമം പാസാക്കി. അതിനുവേണ്ട പ്രേരണ നൽകിയത് സാമൂഹിക പരിഷ്കർത്താവായ ഈശ്വരചന്ദ്ര വിദ്യാസാഗരം. ക്ലിയർ ആണ്? ഇത്രയും നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ? അപ്പൊ ഗവർണർ ജനറൽമാര് എന്ന ലാസ്റ്റ് പാർട്ടാണ്. ഇനി ഗവർണർ ജനറൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയും ആരാണ്? കാനിങ് പ്രഭു ആണ്. അത് അടുത്ത ക്ലാസ് കൊണ്ട് നമ്മൾ പഠിച്ചുറപ്പിക്കും. ഓക്കെ.
ഇത് ഇത്രയും പഠിക്കുമ്പോൾ തന്നെ ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള ആധികാരികമായ വിവരങ്ങൾ നമുക്ക് കിട്ടും. അതാണ് PSC ചോദിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സോടെ നമ്മൾ എന്താണ് പഠിക്കുക? വൈസ്രോയിമാരാണ് പഠിക്കുക എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ? റിവിഷൻ ചെയ്യും തുടക്കം തൊട്ട്. നമ്മളൊന്ന് പഠിച്ചത് ഹാർഡിഞ്ച് ഒന്നാമൻ തൊട്ടാണ്. ഹാർഡിഞ്ച് ഒന്നാമൻ ഭരിച്ചിരുന്നത് 1844 മുതൽ 1848 വരെ. 1846 പെൺ ശിശുഹത്യ നിരോധിച്ചത് ഹാർഡിഞ്ച് ഒന്നാമനാണ്. ശിശുഹത്യ നിരോധിച്ചത് 1802 റിച്ചാർഡ് വില്ലസ്ലി. മറക്കരുത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ മുൻഗണന നൽകിയത് ഹാർഡിഞ്ച് ഒന്നാമനായിരുന്നു. സർക്കാർ ഓഫീസുകളിൽ ഞായർ ഒഴിവു ദിവസമായി പ്രഖ്യാപിച്ചത് ഹാർഡിഞ്ച് ഒന്നാമൻ തന്നെ. ഗോൺസ് വർഗക്കാരുടെ നരബലി നിരോധിച്ചതും ഹാർഡിഞ്ച് ഒന്നാമൻ തന്നെ. സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ചത് ഹാർഡിഞ്ച് ഒന്നാമൻ തന്നെയാണ്. ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭുയുടെ കാലഘട്ടം 1848 മുതൽ 1856 വരെ. ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. 35-ാമത്തെ വയസ്സിൽ ഗവർണർ ജനറലായി അവരോധിക്കപ്പെട്ടു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി എന്നെടുത്ത് ചോദിച്ചാൽ മാത്രമേ ആരുടെ പേര് പറയാൻ പാടുള്ളൂ? ജവഹർലാൽ നെഹ്റുവിന്റെ പേര് പറയാൻ പാടുള്ളൂ. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡൽഹൌസി പ്രഭുവാണ്. 1851 റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്ത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ തുടക്കം കുറിച്ചത് ആരായിരുന്നു? ജെയിംസ് തോംസൺ ആയിരുന്നു. 1848 ദത്തവകാശ നിരോധന നിയമം പാസാക്കി ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം സത്താറ 1848. ഏറ്റവും അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ടത് ഔധ് എന്ന നാട്ടുരാജ്യത്തെ 1856. 1851 തപാൽ സംവിധാനത്തിന്റെ ഭാഗമായ ടെലഗ്രാഫ് സംവിധാനത്തിന് തുടക്കം കുറിച്ചു. ആദ്യ ടെലഗ്രാഫ് സംവിധാനം കൽക്കട്ട മുതൽ ആഗ്ര വരെയായിരുന്നു. കൽക്കട്ട മുതൽ ഇംഗ്ലണ്ടിലെ ഡയമണ്ട് ഹാർബറുമായി ബന്ധിപ്പിക്കുന്നത് 1865 ജോൺ ലോറൻസിന്റെ കാലഘട്ടത്താണ്. അത് മനസ്സിലുണ്ടാവും. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായി ഷിംല തിരഞ്ഞെടുത്തത് ഡൽഹൌസി പ്രഭുവാണ്. 1882 ആദ്യ തപാൽ സ്റ്റാമ്പ് സിന്ധ് ഡാക്ക് പുറത്തിറക്കിയത് ആര് തന്നെ? ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ. ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ്. കറാച്ചിയിൽ നിന്നാണ് സിന്ധ് ഡാക്ക് എന്ന തപാൽ സ്റ്റാമ്പ് അച്ചടിക്കുന്നത്. അതിൽ ആലേഖനം ചെയ്തത്, ചിത്രീകരിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുദ്രയായിരുന്നു. കാരണം ആ സമയത്ത് ഇന്ത്യ ഭരിക്കുന്ന ആരാ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയതുകൊണ്ട്. എന്നാൽ ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് എന്ന് പറയുന്നത് 1840 ഇംഗ്ലണ്ടിൽ അഥവാ ബ്രിട്ടനിൽ പുറത്തിറക്കിയ പെന്നി ബ്ലാക്ക് എന്ന തപാൽ സ്റ്റാമ്പ്. ഈ പെന്നി ബ്ലാക്കിൽ ചിത്രീകരിച്ചിരിക്കുന്നത് വിക്ടോറിയ രാജ്ഞിയുടെ ചിത്രവുമാണ്. 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യമായി റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചു. ആദ്യ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെയും രണ്ടാമത് റെയിൽവേ ലൈൻ കൽക്കട്ട മുതൽ റാണിഗഞ്ച് വരെയുമായിരുന്നു. റാണിഗഞ്ച് എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ കൽക്കരി ഖനിയാണെന്ന് കൂടെ ഓർമ്മിക്കുക. 1853 നാലാം ചാർട്ടർ നിയമം പാസ്സാക്കുന്നത് ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. ഈ നാലാം ചാർട്ടർ നിയമത്തിന്റെ പ്രധാന നിർദ്ദേശം സിവിൽ സർവീസിന് മത്സര പരീക്ഷ തുടക്കം കുറിക്കണമെന്ന്. അങ്ങനെ 1853 ചാർട്ടർ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ സിവിൽ സർവീസ് മത്സര പരീക്ഷയ്ക്ക് തുടക്കം കുറിച്ചതും ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ തന്നെ. 1884 ഗംഗാ കനാൽ നിർമ്മിച്ചത് ഡൽഹൌസി പ്രഭു. 1884 ആധുനിക തപാൽ സംവിധാനം അഥവാ തപാൽ വകുപ്പ് ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം ആരംഭിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. 1767 തപാൽ വകുപ്പ് അല്ലെങ്കിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചതാണ് ഡൽഹൌസി. 1884 ഇന്ത്യയിൽ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് 1774 കൽക്കട്ടയിലെ വാറൻ ഹേസ്റ്റിംഗ്സുമാണ്. 1884 പൊതുമരാമത്ത് വകുപ്പ് അഥവാ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിന് തുടക്കം കുറിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. 1884 വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷന്റെ നിർദ്ദേശം ഇതായിരുന്നു: പ്രാഥമിക വിദ്യാഭ്യാസം ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലും, എന്നാൽ ഉന്നത വിദ്യാഭ്യാസം ഇംഗ്ലീഷിൽ മാത്രം. ഇന്ന് നമ്മൾ കാണുന്ന പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ സർവകലാശാലയിലെ വിദ്യാഭ്യാസം വരെയുള്ള പദ്ധതി നിർദ്ദേശിച്ചത് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു. അതുകൊണ്ട് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആധുനിക അല്ലെങ്കിൽ പാശ്ചാത്യ അഥവാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട അല്ലെങ്കിൽ പ്രമാണരേഖ എന്ന് വിളിക്കുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആധുനിക അല്ലെങ്കിൽ പാശ്ചാത്യ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ
മൈൽ സ്റ്റോൺ അഥവാ മൈൽ സ്റ്റോൺ എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തിനെയാണ്? മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷൻ. മൈൽ സ്റ്റോണിന്റെ മലയാളം എന്താണ്? ആണിക്കല്ല്. ആണിക്കൽ എന്നറിയപ്പെടുന്നത് മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷൻ, മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ പ്രമാണരേഖ എന്നറിയപ്പെടുന്നത് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ. 1885 സാന്താള കലാപം അടിച്ചമർത്തിയത് ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. 1886 വിധവ പുനർവിവാഹ നിയമം പാസാക്കി. അതിനുവേണ്ട പ്രേരണ നൽകിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയിരുന്നു. ഈ 1886 ഡൽഹൌസി പ്രഭു പാസാക്കിയ വിധവ പുനർവിവാഹ നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്, അല്ലെങ്കിൽ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ഭേദഗതി ചെയ്തത് 1857 കാനിങ് പ്രഭു ആണെന്ന് ഓർമ്മിക്കുക. അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുറപ്പിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യ വൈസ്രോയിയുമായ ആരെക്കുറിച്ച് പഠിക്കും? കാനിങ് പ്രഭുവിനെ കുറിച്ച് പഠിക്കും. തുടർന്ന് മറ്റ് വൈസ്രോയിമാരെയും. ഈ അടിസ്ഥാനം അത്രയും പഠിച്ചുറപ്പിച്ചിട്ടാണ് നമ്മൾ ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് പോവുക. ഇത് ഏതൊരു പരീക്ഷയ്ക്കും വേണ്ടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. ഓക്കെ, ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു പോകും. അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികളെ ഒട്ടും മടി കാണിക്കരുത്. ബേസായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ബേസ് പഠിച്ചുറപ്പിച്ച പിന്നെ നമുക്ക് ഒരു ടെൻഷനും വേണ്ട. ഏത് രീതിയിലുള്ള ചോദ്യം ചോദിച്ചാലും, അതിപ്പോൾ ഒരു ആൻസർ വരുന്ന ചോദ്യം ചോദിച്ചാലും, മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് ആൻസർ എഴുതുവാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ കൃത്യമായി പഠിച്ചുറപ്പിച്ച് വരിക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.